സംസ്ഥാനത്ത് വിവിധ സർക്കാർ വകുപ്പുകളിലേക്കുള്ള ആശ്രിത നിയമനങ്ങൾ നടപ്പാക്കുന്നതിൽ ഗുരുതര വീഴ്ചയെന്ന വിലയിരുത്തൽ. ഒഴിവുകളുടെ എണ്ണം പോലും തിട്ടപ്പെടുത്താതെ റാങ്ക് ലിസ്റ്റിലെ സീനിയോറിറ്റി മറികടന്ന് നിയമനം നടത്തിയതായും ആരോപണമുണ്ട്. രേഖകൾ പുറത്തുവന്നതോടെ സമരരംഗത്തിറങ്ങാനിരിക്കുകയാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. 4/5/2012 ഞാൻ അപേക്ഷ നൽകിയത്. 30/8/2014 ഗവൺമെൻറ് ഓർഡർ ആവുകയും ചെയ്തു. നാളിതുവരെ ആയിട്ടും എനിക്ക് ജോലിയൊന്നും കിട്ടിയിട്ടില്ല. സർക്കാർ സർവീസിലിരിക്കെ മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് മാതൃവകുപ്പിൽ തന്നെ നിയമനം നൽകണമെന്നിരിക്കെ വിവിധ വകുപ്പുകളിലായി നൂറുകണക്കിന് ആളുകളാണ് ആശ്രിത നിയമനത്തിനായി കാത്തിരിക്കുന്നത്. ആരോഗ്യവകുപ്പിൽ മാത്രം ഇത്തരത്തിൽ 186 പേരാണ് നിയമനം കാത്തു കഴിയുന്നത്. നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം ആകെയുള്ള ഒഴിവുകളിൽ 5% മാത്രമാണ് ആശ്രിത നിയമനത്തിനായി നീക്കിവച്ചിരിക്കുന്നതെന്ന നിലപാടാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പിൽ ആശ്രിത നിയമനങ്ങൾ നടത്താത്തതെന്ന് നമ്മൾ DHSനോട് ചോദിച്ചപ്പോൾ അവർ പറയുന്ന നിലവിൽ വേക്കൻസികളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ കേരളത്തിൽ പലയിടത്തും ഇപ്പോഴും ഒഴിവുകൾ ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് അതേ വകുപ്പിൽ തന്നെ നിയമനം നൽകുന്നതിന് പ്രത്യേക കോട്ട നിശ്ചയിച്ചിട്ടില്ലെന്നും നിലവിലുള്ളതോ ഉടനടി ഉണ്ടായേക്കാവുന്നതോ ആയ ഒഴിവുകളിലേക്ക് ഇവരെ നിയമിക്കാവുന്നതാണെന്നും ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. ഓരോ ജില്ലകളിലും ഒഴിവുകൾ ഉണ്ടാകുമ്പോൾ വകുപ്പിനുള്ളിൽ തന്നെ ഇതര ജില്ലകളിൽ ജോലി ചെയ്യുന്ന തദ്ദേശീയർക്ക് ട്രാൻസ്ഫർ ഒപ്പിച്ച് തസ്തിക ഇല്ലാതാക്കാനുള്ള അണിയറ നീക്കവും സജീവമാണ്. അതേസമയം മുൻ വർഷങ്ങളിൽ നടന്ന ആശ്രിത നിയമനങ്ങളിൽ പലതും സീനിയോറിറ്റി ലിസ്റ്റ് മറികടന്നാണെന്ന ആരോപണവുമായി ഉദ്യോഗാർത്ഥികളും രംഗത്തെത്തി. 2013 ഒരു സൂപ്പർ ന്യൂമറി നിയമനം ഗവൺമെൻറ് നൽകി, അതിൽ ഉൾപ്പെട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് 2015 ഒരു സൂപ്പർ ന്യൂമറി നിയമനം നൽകി, അതിലും ഞാൻ ഉൾപ്പെട്ടിട്ടില്ല. അതിലൊക്കെ സീനിയോറിറ്റി മറികടന്ന് കുറച്ച് പേരൊക്കെ കയറിയിട്ടുണ്ട്. 2013 തന്നെ അപേക്ഷ നൽകി 2013 തന്നെ ജോലിയിൽ കയറിയ ആൾക്കാരുമുണ്ട്. ഒരുപാട് 2005 മുതൽ ജോലിയിൽ അപേക്ഷ നൽകിയിട്ടും ജോലി നിയമനം ലഭിക്കാത്ത ഒരുപാട് പേരുണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. 2 വർഷം മുമ്പ് ഞാൻ DHS പോയിട്ട് ഇതിനെക്കുറിച്ചുള്ള എൻ്റെ സീനിയോറിറ്റി ലിസ്റ്റിൽ എൻ്റെ സ്ഥാനം 40 ആയിരുന്നു. ഇപ്പോൾ അത് 80 ആയി. ഞാൻ സീനിയോറിറ്റി ലിസ്റ്റിൽ ഞാൻ ബാക്കോട്ട് പോവുകയാണ്. ഓരോ ജില്ലകളിലും നികത്തപ്പെടാത്ത നിരവധി തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുമ്പോഴും ആശ്രിത നിയമനത്തിനായി നൂറുകണക്കിന് ആളുകളാണ് അവസരം കാത്തു കഴിയുന്നത്. കുടുംബത്തിലൊരംഗത്തിന്റെ മരണം മൂലം അവകാശിക്ക് ലഭിക്കേണ്ട ആനുകൂല്യം ഇല്ലാതാക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥ അലംഭാവത്തിനെതിരെ സമരരംഗത്തിറങ്ങാനാണ് ഇവരുടെ തീരുമാനം. സിജോ വർഗീസ്, ജീവൻ ന്യൂസ്, ഇടുക്കി.